സഹോദരങ്ങളെ, അസ്വലവാത്തുൽ ഖംസ്, 5 വക്ത് നിസ്കാരം. 5 വക്ത് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യന് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല. അവനെപ്പറ്റി പറയാൻ പറ്റുന്ന പേരല്ലേ കാഫിർ എന്ന്. ഇന്ന ബൈനൽ കുഫ്രി വൽ ഈമാനി തർക്കസ്വലാ. ഇസ്ലാമിന്റെയും കുഫറിന്റെയും ഇടക്കുള്ള വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലാണ്. നിസ്കാരം ഒഴിവാക്കുന്നവനെ എന്തിനു പറ്റും? സാക്ഷി നിർത്താൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിന് നേതാവാക്കാൻ പറ്റുമോ? ഇല്ല. അവൻ അറുത്തതുപോലും ഭക്ഷിക്കാൻ പറ്റില്ല എന്ന് മഹാന്മാര് വിധി പറഞ്ഞില്ലേ? ഇസ്ലാമിൽ അവന് ഒരു നായയുടെ സ്ഥാനം പോലും ഇല്ല. ഒരു പൂച്ചയുടെ വലിപ്പം പോലും ബഹുമാനം പോലും ഇസ്ലാം അവന് നൽകുന്നില്ല. താരിഖുസ്വലാത്തിനെ ഒന്നിനും പറ്റാത്തവനാണ്. നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യന് എന്ത് വിലയാണ് അള്ളാഹു നൽകുന്നത്? ഒരൊറ്റ സന്ദർഭത്തിലും ഒരു സ്ഥാനവും അവന് നൽകുന്നില്ല. നോക്ക് നിങ്ങൾ, 5 വക്ത് നിസ്കാരത്തിന് നമുക്കല്ലേ അള്ളാഹു തആല ബാധ്യതയാക്കിയിരിക്കുന്നത്? 50 വക്ത് നിസ്കാരത്തിന്റെ 50 നിസ്കാരത്തിന്റെ ഫലം ലഭിക്കുന്നൊരു അമല് ലോകത്ത് ഏതെങ്കിലും ഒരു ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ടോ? ഏറ്റവും ദീർഘായുസോടെ ജീവിച്ച എത്ര സമൂഹം കഴിഞ്ഞുപോയിട്ടുണ്ട്. ആരോഗ്യത്തോടെ ജീവിച്ച എത്ര മല്ലന്മാര് ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. നമ്മെക്കാളും ആരോഗ്യമുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും കഴിഞ്ഞുപോയി. അവർക്കൊക്കെ 1 വക്ത് 2 വക്ത് നിസ്കാരമല്ലേ നൽകിയത്? നമുക്ക് അല്ലാഹു നൽകിയത് 50 നിസ്കാരം. 5 ആണെങ്കിലും ഇപ്പോൾ അതിന് ഫലം കുറവില്ല. ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 ഉള്ളത് 5 ആക്കി ചുരുക്കി കൊടുത്തപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞത് 5 ആണെങ്കിലും ഫതിൽക 50 സ്വലാ, അത് 50 നിസ്കാരമാണ്. 50 നിസ്കാരത്തിന്റെ മഹത്വമുള്ളൊരു അമല് ലോകത്ത് ഈ ഉമ്മത്തിനല്ലാതെ മറ്റാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഏത് ഔലിയാക്കൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അവർക്ക് ഏറ്റവും പ്രഥമവും പ്രധാനവുമായുള്ള അമല് നിസ്കാരമാണ്. നിസ്കാരം കഴിച്ചേ ബാക്കിയുള്ള സംഗതിയുള്ളൂ. നിസ്കാരം മാറ്റി നിർത്തിയിട്ടൊരു വിഷയവും അവരുടെ പിറകിലില്ല. നിസ്കരിക്കാത്തവനെ സഹോദരങ്ങളെ ഏത് അർത്ഥത്തിലും പരിഗണിക്കേണ്ട ആളല്ല. നിങ്ങൾ നോക്ക്, വിശ്വാസത്തിൽ ആർക്കെങ്കിലും ഒരു പിഴവുണ്ടെങ്കിൽ അവനോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സലാം പറയാൻ പാടില്ലാത്ത മറ്റൊരു ടീം ഇസ്ലാമിലുണ്ട്. അതിന്റെ പേരാണ് ഫാസിഖ്. നിസ്കരിക്കാത്തവനെ പറ്റി പറയാൻ പറ്റിയൊരു പേരല്ലേ ഫാസിഖ് എന്ന്. നിസ്കരിക്കാത്തവന് സലാം പറയാൻ പറ്റുമോ? ഇല്ല. നിസ്കരിക്കാത്തവനെ ബഹുമാനിക്കാൻ പറ്റുമോ? ഇല്ല. നിസ്കരിക്കാത്തവന് വിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ഥാനവും അല്ലാഹു നൽകിയിട്ടില്ല. വിശപ്പും ദാഹവും കഠിനമായി മുന്നോട്ട് പോകുന്നൊരു മനുഷ്യൻ ഭക്ഷിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് മരണം ഉറപ്പാണ്. അപ്പോഴാണ് മുന്നിൽ അയാൾ ഒരു നായയെ കാണുന്നത്. ആ നായയെ പിടിച്ച് ഒരു ഭാഗം അതിൽ നിന്ന് കഷ്ടിച്ചെടുത്ത് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതേ നജസായ നായയുടെ ഇറച്ചിയാള് ഭക്ഷിച്ചുകൊണ്ട് ജീവൻ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ നായയെ അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ മുന്നിലൂടെ വരുന്നു താരിഖുസ്വലാ. നിസ്കരിക്കാത്തൊരു മനുഷ്യനാണ് മുന്നിലൂടെ വരുന്നത്. മുസൽമാന്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ നായയെ വിട്ടേക്കണം. നിസ്കരിക്കാത്തവന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം അറുത്തെടുത്ത് നീ അത് ഭക്ഷിക്കണം. ആ നജസായാൽ 7 പ്രാവശ്യം കഴുകേണ്ടി വരുന്ന മുഗല്ലളായ നജസായ നായയുടെ സ്ഥാനം പോലും നിസ്കരിക്കാത്തവന് ഇസ്ലാമിലില്ല. എന്ത് ബഹുമാനമാണ് അവനുള്ളത്! മുഅ്മിനീങ്ങളെ, നാളെ പാരത്രിക ലോകത്തെത്തുമ്പോ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി മുഖം കറുക്കുന്ന ആളുകൾ ആരാന്നറിയുമോ? ഈ ഉമ്മത്തിലുമുണ്ട് മുഖം കറുക്കുന്ന ഹതഭാഗ്യർ. യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. മുഖം വെളുക്കുന്ന വിഭാഗം, മുഖം കറുക്കുന്ന